നിനക്കെന്നെ കിട്ടുമായിരിക്കും ദീപക്, പക്ഷെ അതിൻ്റെ ശവമായിരിക്കും. അല്ലാതെ ജീവനോടെയുള്ള ഗൗരി നീ സ്വപ്നത്തിൽ പോലും കാണരുത്. ഗൗരി അവളിന്ന് കാശിനാഥിന് മാത്രം സ്വന്തമായിരിക്കും. അതും പറഞ്ഞ് ദീപകിനെ നോക്കി വിജയിച്ചിരിച്ചുകൊണ്ട് ഗൗരി തന്റെ വയറ്റിലേക്ക് പൊട്ടിയ ചില്ല് ഗ്ലാസ് കുത്തിക്കയറ്റാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് തന്റെ തലയുടെ മുകളിലൂടെ ആരോ ഒന്ന് പറന്നുപോയതുപോലെ തോന്നിയ ഗൗരി പുറകിലേക്കും പിന്നീട് കാശിയായി നോക്കിയതും അവൾ ഞെട്ടിപ്പോയി. മുഖമെല്ലാം ചോരയിൽ കുളിച്ച് നേരത്തെ ദീപക് പറഞ്ഞ പീറ്ററിന്റെ വയറ്റിലേക്ക് വടിവാൾ കുത്തിയിറക്കി സംഹാര രുദ്രനെ പോലെ നിൽക്കുന്ന കാശിയെ കണ്ടതും ഗൗരിയും അതേസമയം ദീപക്കൊന്ന് വിറച്ചുപോയി. പെട്ടെന്നാണ് സ്വഭാവത്തിലേക്ക് വന്ന ദീപക് ഗുണ്ടകളോടെ അലറിക്കൊണ്ട് പറഞ്ഞത്, കൊന്നുകളയടാ മോനെ. കേൾക്കേണ്ട താമസം ഗുണ്ടകളെല്ലാവരും കൂടി കാശിയെ വളഞ്ഞു. പക്ഷെ ഒരു തികഞ്ഞ അഭ്യാസിയെ പോലെ നിമിഷ നേരം കൊണ്ട് ഗുണ്ടകളെല്ലാം കാശിയുടെ വാളിന് ഇരയായി മാറിയിരുന്നു. കാശിനാഥന്റെ സംഹാര രൂപം കണ്ടിട്ട് ഗൗരിയിലെ ഒരു പുഞ്ചിരി വിടർന്നു. എന്തൊക്കെയോ ശബ്ദം അകത്തുനിന്ന് കേട്ട ദീപകിന്റെ അച്ഛൻ പതിയെ അകത്തേക്ക് വന്നപ്പോൾ കാണുന്നു വെട്ടിയിട്ട വാഴണക്കെ കിടക്കുന്ന ഗുണ്ടകളെയാണ്. തൊട്ടടുത്ത് ചോരയിൽ കുളിച്ച മുഖവുമായി നിൽക്കുന്ന കാശിയെയും. തന്റെ അടുത്തുണ്ടായിരുന്ന വലിയൊരു മരക്കഷ്ണം എടുത്ത് അയാൾ കാശിയുടെ അടുക്കിലേക്ക് പാഞ്ഞു ചെന്നു. ഒരു ചെറിയ നിശ്വാസം അയാളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ദീപകിന് മനസ്സിലാക്കാൻ ഒരു നിമിഷം വേണ്ടി വന്നു. ദീപക് തന്റെ കണ്ണുകൾ ഒന്നുകൂടി അടച്ചു തുറന്ന് നോക്കിയതും കണ്ടു കാശിയുടെ വാൾമുനയിൽ കോർത്തു നിൽക്കുന്ന തന്റെ അച്ഛൻ. ദീപക് അലറി വിളിച്ചുകൊണ്ട് കാശിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. കാശി തന്റെ കയ്യിലുണ്ടായിരുന്ന വോൾട്ടേക്ക് വടിവാൾ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് ദീപകിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. പരസ്പരം ഇരുവരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാശിയുടെ ഓരോ അടിയിലും ദീപകിന്റെ വായിൽ നിന്നും പല്ലുകൾ വരെ പുറത്തേക്ക് തെറിച്ചുപോയി. കൊഴുത്ത ചോര വായുവിൽ തെറിച്ചു. അവന്റെ എല്ലുകളൊടിയുന്ന ശബ്ദം ഗൗരിക്ക് കേൾക്കാമായിരുന്നു. അപ്പോഴെന്തോ ഒരു ഉന്മാദിയെപ്പോലെ ഗൗരി ദീപകിനെ കാശിയടിക്കുന്നത് നോക്കി നിന്നു. കാരണം തങ്ങളുടെ ജീവിതം ശിഥിലമാക്കിയവന് ഗൗരി പോലും കൊല്ലാൻ ആഗ്രഹിച്ചിരുന്ന ആ സമയം. കാശി തന്റെ കൈമുഷ്ടി ഉരുട്ടി പിടിച്ച് ദീപകിന്റെ ഇരുവാരിലുകളിലേക്കും പഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നു. കൂടാതെ അവന്റെ മൂക്കിന്റെ പാലവൻ കാശി ഇടിച്ചു തകർത്തു. ദീപകിന്റെ ബോധം അറിഞ്ഞവൻ നിലത്തേക്ക് ഊർന്നു വീണു. 8 മാസം തങ്ങളകറ്റിയ എല്ലാ ദേഷ്യവും ഒരു നിമിഷം കൊണ്ട് തന്നെ കാശി ദീപകിന്റെ ശരീരത്തിൽ തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. തിരിഞ്ഞ് കാശി ദീപകിനെ നോക്കി ഗൗരിയുടെ അടുക്കിലേക്ക് പതിയെ ചുവടുവെച്ച് നടന്നെടുത്തു. അവൻ തന്റെ കൈകൾ കൊണ്ട് ഗൗരിയുടെ ഇരുകവിളിലുമായി കൈകൾ ചേർത്തുകൊണ്ട് വിളിച്ചു, ഗൗരിക്കുട്ടി. ആ ഒരു വിളി മതിയായിരുന്നു ആ പെണ്ണിനും. കാശിയേട്ടാ. നാളുകൾക്ക് ശേഷം താൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന തന്റെ പെണ്ണിന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീണ ആ വിളി. ഇരുവരും പരസ്പരം പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. പെട്ടെന്നാണ് ദീപക് കണ്ണുറന്ന്. അവൻ നോക്കുമ്പോൾ പരസ്പരം ഇറുകിപ്പൊള്ളുന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന കാശിയെയും ഗൗരിയെയുമാണ് കാണുന്നത്. ചുറ്റുവട്ടം നോക്കിയപ്പോൾ കണ്ടു ദീപക് തനിക്കരികിലായി കിടക്കുന്ന വടിവാള്. അവൻ മറ്റൊന്നും ചിന്തിക്കാതെ വടിവാൾ കൈകൾ കൊണ്ടെടുത്ത് എങ്ങനെയൊക്കെ എഴുന്നേറ്റുന്ന കാശിയുടെ അടുക്കിലേക്ക് പാഞ്ഞു ചെന്നു. പെട്ടെന്നാണ് കാശി ഗൗരിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ദീപകിന്റെ അടുത്തേക്ക് തിരിഞ്ഞെന്നു എന്തോന്ന് അവന് നോക്കി വീശിയതു. ദീപകിന്റെ കണ്ണുകൾ ശ്വാസം കിട്ടാതെ തുറിച്ചു വന്നു. അവന്റെ കൈകളിൽ ഉണ്ടായിരുന്ന വടിവാൾ താനെ ഉതിർന്ന് നിലത്ത് വീണു. അവൻ തന്റെ 2 കൈ കൊണ്ടും കഴുത്തിൽ അമർത്തി പിടിച്ചു. അവന്റെ കഴുത്തിൽ നിന്നും ധാരധാരയായി രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ദീപക് ഒരു പിടച്ചിലോട് പിറകോട്ട് പതിയെ മാറാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കാതെ അവൻ മലർന്ന നിലത്തേക്ക് തന്നെ വീണുപോയി. ഒരിറ്റു ശ്വാസം കിട്ടാതെ അവൻ പിടഞ്ഞു മരിക്കുന്നു കാശി നോക്കി നിന്നു. സത്യത്തിൽ ഗൗരിക്ക് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. അവൾ കാണുമ്പോൾ കാശി തിരിയുന്നു ദീപക് പിടഞ്ഞ് നിലത്തേക്ക് വീഴുന്നതുമാണ് കാണുന്നത്. അവൾ സൂക്ഷ്മതയോടെ കാശിയുടെ വലത് കൈയിലേക്ക് നോക്കിയതും കണ്ടു പൊട്ടിയ ചില്ലു ഗ്ലാസിന്റെ മൂർച്ചയേറിയ ഒരു കഷ്ണവും അതിന്റെ അറ്റത്തു നിന്നും തുള്ളികളായി ഇറ്റു വീഴുന്ന ദീപകിന്റെ രക്തവും. ഗൗരി മറ്റൊന്നും ചിന്തിക്കാതെ കാശിയെ ഒന്നുകൂടി ഇറുകെ കെട്ടിപ്പുണർന്നു. 2 പേരുടെ കണ്ണുകളും ഇടതടവില്ലാതെ നിറഞ്ഞുകൊണ്ടിരുന്നു ആ സമയം. നീ ഗൗരി അവിടെ നിന്നോ, എന്റെ കയ്യിലെങ്ങാനും നിന്നെ കിട്ടിയ എന്ത് ചെയ്യും കാശിനാഥ? പാദസരക്കിൽക്കം പോലെ അവിടെ പുഞ്ചിരി ആ തറവാട്ടിലെങ്ങും മുഴങ്ങി കേട്ടു. നീ പേര് വിളിക്കുന്നോ? നിന്നെ ഞാനിന്ന് കാണിച്ചു തരാടി. അതും പറഞ്ഞ് കാശി അവളെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടി. തറവാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഗൗരി വേറെ വഴിയില്ലാതെ കുളക്കടവിലേക്കാണ് ഓടിയത്. കാശി അവിടെ പുറകെ വന്ന് കുളക്കടവിലേക്ക് കയറിയതും താൻ പെട്ടു എന്ന് ഗൗരിക്ക് മനസ്സിലായി. മുന്നിലെ കുളത്തിലേക്കും പുറകിലെ കാശിയെയും അവളൊരു ചമ്മിയ മുഖത്തോടെ നോക്കി നിന്നു. അപ്പോഴും കാശി കൈകൾ കെട്ടി അവളെ തന്നെ കൂർപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവന്റെ മുഖത്തൊരു കുസൃതി ചിരി വിരിഞ്ഞത്. അവൻ പതിയെ പുറകോട്ട് അവളെ നോക്കി തന്നെ സ്റ്റെപ്പുകൾ കയറി ചെന്ന് കുളക്കടവിന്റെ വാതിൽ ചേർത്തടച്ച് കുറ്റിയിട്ടു. ഗൗരിക്ക് തന്റെ ശരീരം വിറക്കുന്ന പോലെ തോന്നി. അവൾ പതിയെ മുഖം കുനിച്ച് താഴോട്ട് തന്നെ നോക്കി നിന്നു. അവൻ അടുക്കിലേക്ക് വരുന്നു. അവന്റെ നാസികയിൽ നിന്ന് വരുന്ന നിശ്വാസം അവളുടെ മുഖത്ത് തട്ടുന്നു അവൾ അറിയുന്നുണ്ടായിരുന്നു. ശരീരം മറ്റെന്തിനോ ആഗ്രഹിക്കുന്ന പോലെ ഗൗരിക്ക് തോന്നി. അവൾ തന്റെ ഇരുകൈകളും ധാവണിൽ ഇറുകെ പിടിച്ച് കണ്ണുകൾ പൂട്ടി നിന്നു.
എന്താ ഗൗരിക്കുട്ടി, നീ ഇനി ഓടുന്നില്ലേ? തൻ്റെ ചെവിയിൽ അവൻ വന്ന് സ്വകാര്യമായി പറയുമ്പോൾ തൻ്റെ ചെവികളിൽ അവൻ്റെ ചുണ്ടിൻ്റെ ചൂട് അവൾ അറിയുന്നുണ്ടായിരുന്നു. അപ്പോഴവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. കുസൃതി തോന്നിയ കാശി അവളുടെ മുഖത്തേക്ക് നൂതി. അവൻ്റെ ചുടുനിശ്വാസം അവളുടെ മുഖത്തട്ടിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. കാശിയുടെ കണ്ണിലെ വശ്യത ഗൗരിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. അവൻ മറ്റൊന്നും ചിന്തിക്കാതെ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങി. ചുംബിച്ചുകൊണ്ട് തന്നെ അവസാന കൽപ്പടവിൽ നിന്നും കാശി ഗൗരിയെയും കൊണ്ട് കുളത്തിലേക്ക് മറിഞ്ഞു. കുളത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇരുവരും പോകുമ്പോൾ ഗൗരി ആകെ ഭയന്നു പോയിരുന്നു. അത് മനസ്സിലാക്കിയെന്നപ്പോൾ കാശി പതി അവളെയും കൊണ്ട് ഉയർന്നു പൊങ്ങി. ശ്വാസം ആഞ്ഞു വലിച്ച് ഗൗരി നന്നായി കിതക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളുടെ ഇളറോസി ചുണ്ടുകളിൽ തങ്ങി നിന്നു. ഗൗരി ഒന്ന് ഓക്കെ ആയതും അവൾ അപ്പോഴാണ് കാശി ഒന്ന് മുഖമുയർത്തി നോക്കിയത്. അവൻ്റെ വശ്യതയേറിയ നോട്ടത്തെ അവൾക്ക് നേരിടാൻ സാധിച്ചില്ല. ഗൗരിക്ക് തൻ്റെ തൊണ്ട വറ്റി വരളുന്ന പോലെ തോന്നി. ഗൗരി. നനഞ്ഞ കൈവിരലുകളാൽ അവൻ അവളുടെ മുഖത്തിലൂടെ പതിയെ തലോടി. അവൾ പതിയെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ആ സമയം അവൻ അവളെ നോക്കി കാണുകയായിരുന്നു. അവളുടെ നെറ്റിയിൽ കൂടി ഒലിച്ചിറങ്ങുന്ന വെള്ളം പതിയെ നാസികയിലൂടെ ഒഴുകി, ചുണ്ടുകളിലൂടെ ഒഴുകി, കഴുത്തിലൂടെ താഴേക്കിറങ്ങി അതെവിടെയോ പോയി ഒളിച്ചു. അതെവിടേക്കാണ് പോയതെന്നറിയാൻ അവൻ്റെ മനസ്സൊന്ന് കൊതിച്ചു. തനിക്ക് മുമ്പിൽ നിൽക്കുന്ന തൻ്റെ ഗൗരിയുടെ വസ്ത്രമെല്ലാം നനഞ്ഞതിനാൽ അവളുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്നിരുന്നു. ഏകദേശം 1 മാസത്തോളമായി കാശി ഗൗരിയൊന്ന് തൊട്ടിട്ട്. അന്നത്തെ പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങി അവൾ ജീവിതത്തിലേക്ക് വന്നിട്ടിപ്പോൾ കുറച്ചായിട്ടേയുള്ളൂ. അതുകൊണ്ട് വീണ്ടും ഒരു ഒത്തുചേരൽ അവർക്കിടയിൽ ഒരു പുതു സംഗമമായി ഇരുവർക്കും തോന്നി. അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വികാരങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങിയിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ചന്ദനത്തിൻ്റെ ഗന്ധം അവനെ ആകെ മത്തുപിടിപ്പിക്കാൻ തുടങ്ങി. അവളുടുത്ത ധാവണി അവളുടെ ശരീരത്തിലേക്ക് പറ്റി ചേർന്നിരുന്നു. കാശി പതിയെ തൻ്റെ കൈവിരൽ കൊണ്ട് അവളുടെ ധാവണി അവളിൽ നിന്ന് മാറ്റി ദൂരേക്ക് എറിഞ്ഞു. ഒരു നാണത്തോട് അവൻ എതിർക്കാതെ അവൾ തലകുനിച്ചുകൊണ്ട് നിന്നു. നാണത്താൽ അവളുടെ മുഖമെല്ലാം ചുമന്ന് തുടുത്തിരുന്നു. അവളുടെ മാറുകൾ അവൻ്റെ മുമ്പിൽ അനാവൃതമായി. തൻ്റെ ശരീരം മറ്റെന്തിനൊക്കെയോ വേണ്ടി കൊതിക്കുന്ന പോലെ അവന് തോന്നി. അവൻ അവളുടെ അരയിൽ പിടിച്ചിരുന്നവൻ്റെ കൈ ഒന്നുകൂടി ബലം ചേർത്ത് അവൾ അവനിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. അവളൊന്ന് പിടഞ്ഞുപോയി. കാശി, കാശി, കാശി. ആദ്യമായിട്ടാണ് ഗൗരി തന്നെ പേരെടുത്ത് വിളിക്കുന്നത്. പക്ഷെ ആ വിളിയിലും എന്തോ ഒരു വശ്യത കലർന്ന പോലെ കാശിക്ക് തോന്നി. അവളുടെ കാശി എന്ന വിളിയിൽ അവൻ്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടിരുന്നു. അവൾക്കൊന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവൻ അവളുടെ ചെഞ്ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. അവനെ ഒന്ന് എതിർക്കാൻ അവൾക്ക് സാധിച്ചില്ല. അവൻ്റെ മായിക ലോകത്തിൽ അകപ്പെട്ടു പോയിരുന്ന അവളും. ചുംബനത്തിൻ്റെ തീവ്രതയിൽ തൻ്റെ വസ്ത്രങ്ങൾ തന്നിൽ നിന്ന് അഴിയുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു. വെള്ളത്തിൽ നിന്ന് തന്നെ അവൻ അവളെ എടുത്തുയർത്തി തൻ്റെ അരയിലേക്ക് ചേർത്തിരുത്തി. അതൊരു വന്യമായ ചുംബനമായിരുന്നു. അവളിൽ അവനോടുള്ള പ്രണയമായിരുന്നെങ്കിൽ അവൻ അവളോടുള്ള വന്യതയാൽ തീർത്ത ഒരു പ്രണയമായിരുന്നു. ഈ സമയം അവൻ്റെ ഒരു കൈ അവളുടെ മാറിൽ അമർന്നു. അവളിൽ നിന്നൊരു ശീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു. കാശിയേട്ടാ. അവളൊന്ന് പുളഞ്ഞുപോയി. ശ്വാസം വില്ലനായതും അവളുടെ ചുണ്ടിൽ നിന്ന് അവൻ്റെ അധരങ്ങൾ മാറ്റി അവളുടെ കഴുത്തിലൂടെ അവൻ്റെ മുഖം ഉരസിയിറങ്ങി. അവൻ നൽകുന്ന മായിക ലോകത്തിൽ അകപ്പെട്ടു പോയിരുന്നവൾ. അവൻ്റെ മുഖം പതിയെ അവളുടെ മാറിലേക്ക് നീളുന്നു. വേദന കൊണ്ട് അവളൊന്ന് പുളഞ്ഞുപോയി. കാശിയേട്ടാ. പൂവിലെത്തേൻ വണ്ട് നുകരുന്ന പോലെ അവൻ അവളുടെ ശരീരത്തിലൂടെ തൻ്റെ വിരലുകൾ കൊണ്ട് ഒരു മാന്ത്രികത തന്നെ തീർത്തു. കാശി എന്ന മായാലോകത്തിൽ അകപ്പെട്ടുപോയ കുഞ്ഞു മാലാഖയായിരുന്നു ഗൗരി. അവൻ്റെ വന്യത ഇത്തവണ അവൾക്ക് ശരിക്കും താങ്ങാൻ സാധിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 10 മാസത്തോളമായിട്ടുള്ള അകൽച്ച അവന് തീർത്തും ഒരു വൈരാഗിയാക്കി മാറ്റിയിരുന്നു. എങ്കിലും വളരെ പ്രണയത്തോടെ തന്നെ ഗൗരി തൻ്റെ ഇരുകൈകളും വിടർത്തിക്കൊണ്ട് കൂടുതൽ അവനെ ചേർത്ത് പിടിച്ചു. സുഖമുള്ളൊരു ചെറിയ നോവ് നൽകി അവൻ അവളിലേക്ക് പൂർവാധികം ശക്തിയോടെ തന്നെ പ്രവേശിച്ചു. എല്ലാം കഴിഞ്ഞ് അവളുടെ മാറിലേക്ക് തന്നെ അവൻ തളർച്ചയോടെ വീഴുമ്പോൾ അപ്പോഴും അവളുടെ കൈകൾ അവനെ തലോടുന്നുണ്ടായിരുന്നു. ഇനിയും എക്കാലവും ഏത് ജന്മത്തിലും പരസ്പരം ഒന്നായി താൻ ഉണ്ടാവുമെന്ന് വാക്ക് നൽകുന്ന പോലെ. ചെന്നൈയിൽ നിന്നും തിരിച്ചെത്തിയ ഗായത്രി ഏത് സമയം ആരവിൻ്റെ പുറകെ തന്നെയായിരുന്നു. അമ്മുവിൻ്റെ ശ്രദ്ധ ഒന്നും തെറ്റുന്നേരം നോക്കി അവളവൻ്റെ അടുത്തേക്ക് ഒരു കാരണവുമില്ല എത്തിച്ചേർന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുത്തി തീർക്കും. ആദ്യമൊക്കെ അമ്മു അത് അത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല. പക്ഷേ ഗായത്രിയുടെ സ്വഭാവത്തിൽ ഓരോ ദിവസം കൂടുമ്പോഴും കൂടിയതല്ലാതെ കുറഞ്ഞില്ല. അതവളിൽ അസ്വസ്ഥതയില്ലായ്മ വരുത്തിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം തങ്ങളുടെ റൂമിലേക്ക് കയറി വന്ന അമ്മു കാണുന്നു ആരവിൻ്റെ ഒരു ഷർട്ട് എടുത്ത് അതിന് കെട്ടിപ്പുറം നിൽക്കുന്ന ഗായത്രിയാണ്. അതുകൂടി കണ്ടതും അമ്മുവിൻ്റെ സകല നിയന്ത്രണങ്ങളും തെറ്റി.
അവൾ പാഞ്ഞു വന്ന് ഗായത്രിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മുഖം നോക്കിയൊന്ന് പൊട്ടിച്ചു. ആ അടിയിൽ ഗായത്രിയുടെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞുപോയി. ചി, നാണില്ലാത്ത ജന്തു, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇതിന് ഇന്നത്തോടു കൂടി ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കുന്ന വാടിയുടെ. അമ്മു ഗായത്രിയുടെ കൈയും പിടിച്ചു വലിച്ച് ഹാളിലേക്ക് നടന്നു. അപ്പോഴും ഗായത്രി അവളിൽ നിന്ന് കൈ ഒഴിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അമ്മു ആ സമയം അവരുടെ റൂമിലേക്ക് കയറി വരുമെന്ന് ഗായത്രി പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അവൾക്കെല്ലാം കൈവിട്ടുപോയി എന്ന് തോന്നി. ഹാളിലേക്ക് വന്ന അമ്മു ഗായത്രി പിടിച്ച് നിലത്തേക്ക് തള്ളി. അമ്മു, നീ എന്താ ഈ ചെയ്യുന്നത്? മുത്തശ്ശി അവളോട് അലറിക്കൊണ്ട് ചോദിച്ചു. എനിക്കറിയാം മുത്തശ്ശി, മുത്തശ്ശിക്ക് എൻ്റെ ഈ പ്രവൃത്തി ഇഷ്ടപ്പെട്ട് കാണില്ലെന്ന്. പക്ഷെ ഞാൻ പറയാൻ പോകും നിങ്ങളെല്ലാവരും കാതു തുറന്ന് കേൾക്കണം. അതും പറഞ്ഞ് ഗായത്രിക്ക് ആരവിനുള്ള സമീപനം അവൾ ഇത്രയും കാലം കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം അമ്മു എല്ലാവരോടായി പറഞ്ഞു. ഇതെല്ലാം കേട്ട് വിശാലത്തിൻ്റെ തല താണുപോയി. മുത്തശ്ശിക്ക് അവിശ്വസനീയമായ കാര്യമായിരുന്നു ഇത്. വിവാഹിതനായ ഒരു പയ്യനെ വേണ്ടാത്ത അർത്ഥത്തിൽ നോക്കുന്നൊരു പെൺകുട്ടി, അതവർക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. ദേഷ്യം കൊണ്ട് മുത്തശ്ശിയാകെ വിറക്കുന്നുണ്ടായിരുന്നു. അവർ ഗായത്രിയുടെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് അവളോടായി ചോദിച്ചു. ഗായത്രി, എൻ്റെ മുഖത്തേക്ക് നോക്ക്. മുത്തശ്ശി അങ്ങനെ പറഞ്ഞു. യാതൊരു കൂസലുമില്ലാതെ ഗായത്രി മുത്തശ്ശിയുടെ മുഖത്തേക്ക് വളരെ ധൈര്യത്തോടെ തന്നെ നോക്കി. കുറ്റബോധത്തിൻ്റെ യാതൊരു കണികയും അവളുടെ മുഖത്തില്ല എന്നുള്ളത് മുത്തശ്ശിയിൽ അമ്പരപ്പ് തന്നെ സൃഷ്ടിച്ചു. എങ്കിലും അത് പുറത്തു കാണിക്കാതെ മുത്തശ്ശി അവളോട് ചോദിച്ചു. അമ്മു പറഞ്ഞെല്ലാം സത്യമാണോ? അതെ, സത്യമാണ്. മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും കിട്ടിയ അടിയിൽ ഗായത്രി അറിയാതെ പുറകിലേക്ക് വേച്ചുപോയി. ഇതെല്ലാം കണ്ട് വിശാലത്തിൻ്റെ തല അപമാന ഭാരത്താൽ ഒന്നുകൂടി താന്നുപോയി. ചി, ഇങ്ങനെയാണോ വിശാലം മക്കളെ വളർത്തുന്നത്? നാണമില്ലേ? വിവാഹിതനായ ഒരു പയ്യന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ നിനക്ക്? ഇതാണോ നിന്റെ അമ്മ നിനക്ക് പഠിപ്പിച്ചു തന്ന നല്ല പാഠങ്ങൾ? അതെ, ഒന്നും നിർത്തുന്നുണ്ടോ നിങ്ങൾ? എന്നെ ആരും പഠിപ്പിക്കാനും മാറ്റി മറക്കാനൊന്നും വരണ്ട. ദേ, ഇവളുണ്ടല്ലോ നിങ്ങളുടെ എല്ലാം കണ്ണിലുണ്ണിയായ അമ്മു. ഇവൾ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ആര്യവേട്ടനെ ഇഷ്ടപ്പെട്ടതാ. എന്നിട്ട് എൻ്റെ ഇഷ്ടം കാണാതെ നിങ്ങളെല്ലാവരും കൂടി അവളുടെ അടുത്ത് ആര്യവേട്ടൻ്റെ തലയിൽ വെച്ചു കൊടുത്തു. ആര്യവേട്ടൻ എന്റേത് മാത്രം. അവളൊരു പ്രാന്തിയെ പോലെ അലറിക്കൊണ്ട് അമ്മുവിൻ്റെ അടുക്കിലേക്ക് പാഞ്ഞു ചെന്നു. ശരി, ഇതിനെന്താ ഉത്തരവാദി നീയാ. എന്നിൽ നിന്ന് ആര്യവേട്ടന് പിരിച്ച നീയാ. നീ ഇനി ജീവിച്ചിരിക്കണ്ട. അതും പറഞ്ഞ് ഗായത്രി അമ്മുവിൻ്റെ കഴുത്തിൽ ബലമായി പിടിച്ച്. ഒരു നിമിഷം തറവാട്ടിലുള്ളവർ ആകെ പകച്ചുപോയി. കാരണം സ്വതവേ ഗായത്രി അങ്ങനെ ആരോടും മിണ്ടാറൊന്നുമില്ലായിരുന്നു. അവളുടെ ഈ രൗദ്രഭാവം അവർക്കെല്ലാവർക്കും പുതുമയുള്ള ഒന്നായിരുന്നു. സ്വഭാവത്തിലേക്ക് വന്ന ആരും ഓടി വന്ന് ഗായത്രി അമ്മുവിൽ നിന്നും വേർപ്പെടുത്തി അവളുടെ മുഖം നോക്കിയൊന്ന് പൊട്ടിച്ചു. മുഖത്തടി കിട്ടിയ ഗായത്രി നിലത്തേക്ക് തെറിച്ചു വീണുപോയി. ഓളെ, എൻ്റെ ഭാര്യയുടെ മേൽ കൈവെക്കാറായിട്ട് നീ പോട്ടെ എന്ന് വെച്ചിട്ടാ ഞാനിതുവരെ വിട്ടുകളഞ്ഞ്. ഇനി നിന്റെ നീഴലങ്ങാനും എൻ്റെ അമ്മുവിൻ്റെ മേൽ പതിഞ്ഞ. അമ്മുവിനെ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആരോ ഗായത്രിയോട് അലറിക്കൊണ്ട് പറഞ്ഞു. സത്യത്തിൽ ആരോ ഒരു ശാന്തസ്വരൂപനാണ്. അവൻ അങ്ങനെയൊന്നും ദേഷ്യം പിടിക്കാറില്ല. ഇന്ന് അവൻ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഗായത്രിയാണെന്ന് ആ തറവാട്ടിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. കാശി വന്ന് പതി ആരവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് അവനെ ആശ്വസിപ്പിച്ചു. മതിയായി ഏട്ടാ, എനിക്ക് എല്ലാം കൊണ്ടും മതിയായി മുത്തശ്ശി ഇവിടെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ആരും ഒന്നും എതിർത്ത് പറഞ്ഞില്ല. കാരണം ഞങ്ങൾ മുത്തശ്ശി അത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ജീവിതമാണ്. ഇത് വെച്ചൊരു കളിക്കാൻ തയ്യാറല്ല. ഒന്നുകിൽ ഇവൾ, അല്ലെങ്കിൽ ഞാൻ, ആരെങ്കിലും ഒരാൾ മതി തറവാട്ടിൽ ഇനി. അത് പറയുമ്പോൾ ആരവിൻ്റെ ശബ്ദം വല്ലാതെ കടുത്തിരുന്നു. അതിൽ ഇത്ര ആലോചിക്കാനൊന്നുമില്ല ആരും. ഇനി ഗായത്രി ഇവിടെ വേണ്ട. വിശാലം, നിനക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാം. പക്ഷേ ഗായത്രി ഇവിടെ ഇനി താമസിപ്പിക്കാൻ പറ്റില്ല. ഒന്നുകിൽ അവൾ ഹോസ്റ്റലിലേക്ക് മാറണം, അതല്ലെങ്കിൽ അവളുടെ വിവാഹം ഉടനെ നടത്തണം. മുത്തശ്ശി വിശാലത്തെയും ഗായത്രിയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഞാനിവിടെ കെട്ടിക്കയറി കിടക്കാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. പോവുക ഇപ്പം തന്നെ. അവൾ ആരെയോ ഫോൺ ചെയ്യുന്നവരെല്ലാവരും നോക്കി നിന്നു. അല്പസമയം കഴിഞ്ഞു ഒരു പയ്യൻ ബൈക്കിൽ വരുന്നു. അവൾ ആരോടൊന്നും മിണ്ടാതെ തൻ്റെ ലഗേജും എടുത്ത് പുറത്തേക്ക് പോകുന്നു. അവരെല്ലാവരും ഒരു അന്താളിപ്പോടെ നോക്കി നിന്നു. സ്വഭാവത്തിലേക്ക് വന്ന കാശി മറ്റൊന്നും ചിന്തിക്കാതെ അവളെ വിളിക്കാൻ വേണ്ടി മുന്നോട്ടാഞ്ഞു. കാശി, വേണ്ട. വിശാലത്തിൻ്റെ വിളിയിൽ കാശി അറിയാതെ അവിടെ തന്നെ നിന്നുപോയി. ഇനി എനിക്ക് അങ്ങനെ ഒരു മകളില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. ഒരു കണക്കിന് അവളെ ഇങ്ങനെ ആക്കി തീർത്ത ഞാൻ തന്നെയാണ്. അതിൻ്റെ കുറ്റബോധം എനിക്ക് നല്ലോണം ഉണ്ട്. ഇനി അവളെ തിരുത്താൻ പറ്റില്ല. കാരണം അവൾ അത്രയേറെ എന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. പോട്ടെ, എവിടേക്കാന്ന് വെച്ചാൽ പോട്ടെ. അതും പറഞ്ഞവർ അകത്തേക്ക് കയറിപ്പോയി.